അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ഏതു രൂപത്തിലുള്ള പേരുകളാണ് നാം ഇടേണ്ടത്? ഏതെല്ലാം പേരുകളാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്? എന്തെങ്കിലും മോശപ്പെട്ട പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇട്ട് കഴിഞ്ഞാൽ, വിവരമില്ലാതെ അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട പേരുകൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് അതിന് പരിഹാരം? അതുപോലെ തന്നെ പേരുകൾ ഇടുമ്പോൾ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് ആദ്യമായി പറയാനുള്ളത്, പേരിൽ പലതും ഇരിക്കുന്നുണ്ട്. ഈ പേരുകൾ ഭാവിയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തെ വരെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് പേരിടാനുള്ള നമുക്ക് ഇസ്ലാം അനുവദിച്ചു തന്ന ആ ഒരു റൈറ്റ്, ആ ഒരു അധികാരം, അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കൾക്ക് നല്ല പേരുകൾ ഇടുക എന്നുള്ളത് മാതാപിതാക്കളാകുന്ന രക്ഷിതാക്കളാകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഏതെല്ലാം പേരുകൾ ഇടാൻ പറ്റും? ചീത്ത പേരുകളൊക്കെ ഇട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരങ്ങൾ? അതേപോലെ തന്നെ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടി. വേറെ ഏതെങ്കിലും പേരുകൾക്ക് വളരെ പ്രധാനപ്പെട്ട പോരിശകളും മറ്റുമൊക്കെയുണ്ട്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കണ്ടുവരുന്ന മോഡേൺ നെയിമുകള്, ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചില പേരുകളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് വായിൽ പറയാൻ കിട്ടാത്ത രൂപത്തിൽ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന മുസ്ലിം കുട്ടികൾക്ക് തന്നെ കാണപ്പെടുന്ന പേരുകൾ. നമ്മുടെ മദ്രസയുടെയും സ്കൂളുകളുടെയൊക്കെ രജിസ്ട്രേഷൻ എടുത്തു നോക്കിയാൽ എന്തെല്ലാം മോഡലുകളിലുള്ള ചില മോഡേൺ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചില നെയിമുകളൊക്കെ കാണാൻ സാധിക്കും. അത് കിതാബുകളിലൊന്നും കാണൂല ആ പേരുകൾ. അത് അവർ ഗൂഗിൾ ചെയ്തിട്ട് കണ്ടെത്തി അതിന്റെ മീനിങ് അതിൽ നിന്ന് കണ്ടെത്തി മനസ്സിലാക്കുന്ന ചില ട്രെൻഡിങ് നെയിമുകൾ, ആ പേരുകളൊക്കെ ഇടുന്നത് കൊണ്ടുള്ള അത്തരം പേരുകളൊക്കെ ഇടാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ആദ്യമായി പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് മഹാനരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസാണ് മറുപടി പറയാനുള്ളത്. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇകും വ അസ്മാഇ ആബാഇകും ഫഅഹ്സിനു അസ്മാഅകും. തീർച്ചയായും ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളെ പേരുകളെ കൊണ്ടും ബി അസ്മാഇ ആബാഇകും നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരുകളെ കൊണ്ടുമാണ് വിളിക്കപ്പെടുക. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅകും നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കുവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നിങ്ങൾ പറയൂ, പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ പലതും ഇരിക്കുന്നുണ്ട്. പേരെന്തെങ്കിലും പേരിട്ടാൽ പോരാ, അർത്ഥമുള്ള നല്ല പേരുകളായിരിക്കണം ഇടേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, പേരിടുമ്പോൾ നല്ല പേരിടണം. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, വയുസന്നു തഹ്സീനുൽ അസ്മാ, പേരുകളെ നന്നാക്കൽ സുന്നത്താക്കപ്പെടുന്നതാണ്. അപ്പൊ പേരുകൾ നല്ല പേരിടല് അതൊരു സുന്നത്തായ കർമ്മവും കൂടെയാണ്. അതുകൊണ്ട് നല്ല പേരുകളാണ് ഇടല്. മോശപ്പെട്ട പേരുകൾ ഇടുന്നത് കറാഹത്താണ്. വയുക്റഹുൽ അസ്മാഉൽ ഖബീഹ, മോശപ്പെട്ട പേരുകൾ അത് നമ്മുടെ മക്കൾക്കിടയിൽ കറാഹത്താണ്. അപ്പൊ ഏത് പേരാണ് നാം ഇടേണ്ടത്? നല്ല പേരുകൾ ഇടണം. നല്ല പേരുകൾ ഇപ്പൊ ഒരുപാട് പേരുകൾക്ക് വളരെയധികം ശ്രേഷ്ഠതയുള്ള പേരുകളുണ്ട്. ഞാൻ ഇന്ന് ഓൺലൈനിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എടുക്കുന്ന ഒരുപാട് പേരുകളുണ്ട്. ഐറിൻ നിഷ്വ, നിങ്ങളുടെ മക്കളുടെ ആർക്കെങ്കിലും ആ പേരുകൾ ഉണ്ടെങ്കിൽ എന്താ പ്രയാസമൊന്നും വിചാരിക്കരുത്, നല്ല അർത്ഥങ്ങളുള്ള പേരുകളായിരിക്കാം. ഐറിൻ നിഷ്വ, മെഹക്ക്, മെഹക്ക് എന്നൊക്കെ ഒരു കുട്ടിക്ക് പേര്, മെഹക്ക്. അതേപോലെ തന്നെ ഐദിൻ, കുർദിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രെൻഡിങ്ങിൽ കിടക്കുന്ന, എന്നാൽ അറബി ഗ്രന്ഥങ്ങൾ എവിടെ പരതി നോക്കിയാലും ചില പേരുകളുടെ അർത്ഥങ്ങളൊന്നും കാണൂല. ചില ആളുകളൊക്കെ ഉസ്താദുമാരോട് വലിയ ഗഗന സമാനരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, 10-11 വർഷം ഓതിപ്പടിച്ച ആലിമീങ്ങളോട് പേരിന്റെ അർത്ഥം ചോദിക്കും. അവരത്രയും നാള് അറബി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് പോലും ആ പദം അറബിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നിട്ട് ചോദിക്കുന്ന ആളുകൾ മനസ്സിലാക്കും, പാവം ഉസ്താദിനൊന്നും അറിയൂല, ഉസ്താദിന് വിവരമില്ല, അവരൊരു പദമാണ് ചോദിച്ചത്, അത് അറബി പദമാണോ എന്ന് പോലും അറിയാത്ത രൂപത്തിലുള്ള ഒരു പേരിന്റെ അർത്ഥം ചോദിച്ച് കിട്ടാത്തത് കൊണ്ട് അവര് വിധി എഴുതാൻ നിൽക്കാം.
ശരിക്കും എങ്ങനെയാണ് അതിൻ്റെയൊക്കെ രൂപങ്ങൾ? ഇൻഷാ അല്ലാഹ് രൂപമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല പേരുകളാണ്, മഹാന്മാരുടെ പേരുകൾ, മഹത്തുക്കളുടെ പേരുകൾ. പേരിടുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പേര്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാ എന്ന പേരും അബ്ദുറഹ്മാൻ എന്ന പേരുമാണ്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുല്ലാ അബ്ദുറഹ്മാൻ എന്നുള്ള പേരാണ്. ഈ പേരിന്ന് ആരെങ്കിലും ഇടുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടായിട്ട് ഈ പേരുകൾ ഇടാൻ ആരെങ്കിലും മുന്നിട്ട് വരുന്നുണ്ടോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടോ? അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ എന്ന രണ്ട് പേരുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ അബ്ദ് ചേർത്തിയിട്ടുള്ള അസ്മാഉൽ ഹുസ്നയിലുള്ള ബാക്കിയുള്ള പേരുകൾ ഉണ്ടല്ലോ. അബ്ദുല്ല അള്ളാഹ് കഴിഞ്ഞു, അബ്ദുറഹ്മാൻ അർറഹ്മാൻ കഴിഞ്ഞു, ഇനി റഹീമുണ്ട്, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഹൈമിൻ, ഇങ്ങനെയുള്ള ബാക്കിയുള്ള പേരുകൾ ഉണ്ടല്ലോ. അസ്മാഉൽ ഹുസ്നയിലെ 99 എണ്ണത്തിൽ ബാക്കിയുള്ള പേരുകൾ. ആ പേരുകളോടുകൂടെ അബ്ദ് ചേർത്തിയിട്ട് ഇടുന്ന പേരുകളാണ് പിന്നീട് നാം നമ്മുടെ മക്കൾക്ക് പേരിടേണ്ടത്. ഇതാണ് അതിന്റെ ഓർഡർ. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേരുകള്, അത് അബ്ദുല്ല അബ്ദുറഹ്മാൻ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അബ്ദ് ചേർത്തിയിട്ട് അസ്മാഉൽ ഹുസ്നയിലെ ബാക്കിയുള്ള പേരുകൾ ഉണ്ടല്ലോ, ആ പേരുകളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് മുഹമ്മദ് അഹമ്മദ് എന്നുള്ള രണ്ട് പേരുകൾ, ആ പേരുകളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് അഹമ്മദ് അല്ലാത്ത ചില പേരുകൾ ഉണ്ടല്ലോ, യാസീൻ, തോഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ, പിന്നീട് അത്തരം പേരുകളാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞ് അമ്പിയാക്കളുടെ ബാക്കിയുള്ള അമ്പിയാക്കളുടെ പേരുകൾ സ്വാലിഹ്, ഹൂദ്, നൂഹ്, ഇങ്ങനെ ബാക്കിയുള്ള അമ്പിയാക്കളുടെ പേരുകൾ. അത് കഴിഞ്ഞ് നമ്മുടെ ഖുലഫാ റാഷിദീൻ മുതലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതലുള്ള നമ്മുടെ സ്വഹാബികളുടെ പേരുകൾ, സ്വഹാബി വനിതകളുടെ പേരുകൾ, അതുപോലെ തന്നെ മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ പേരുകൾ. ഈ സ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം കടന്നു വരുന്നതാണ് നല്ല അർത്ഥമുള്ള പേരുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ പേരിടേണ്ട ഓർഡർ പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്? അബ്ദുല്ല അബ്ദുറഹ്മാൻ, പിന്നെ അബ്ദിനോട് കൂട്ടിയിട്ട് ബാക്കിയുള്ള അസ്മാഉൽ ഹുസ്നയിലുള്ളത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അഹ്മദ് മുഹമ്മദ്, അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്കിയുള്ള പേരുകൾ, അത് കഴിഞ്ഞിട്ട് ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സ്വഹാബിയാക്കളുടെ, സ്വഹാബി വനിതമാരുടെ പേരുകൾ, അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം കടന്നു വരുന്നതാണ് നല്ല അർത്ഥമുള്ള പേരുകൾ എന്നുള്ളത്. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് നാം ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത് ഈ അവസാനം കടന്നു വരുന്നതിനെ നേരെ തലതിരിച്ച് അതാണ് നാം ആദ്യം തന്നെ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നല്ല പേരുകൾ ഇട്ടാൽ മക്കൾ അതുപോലെ വളരും. ആ പേരിനനുസരിച്ച് അവർ വളർന്നുകൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നല്ല പേരാണ് ഇടുന്നത്. പ്രത്യേകിച്ച് മുഹമ്മദ് എന്ന പേരിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് എന്ന പേര് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ ആ മുഹമ്മദ് എന്ന പേരിടുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് വന്നു ചേരാവുന്ന വലിയ ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മുഹമ്മദ് എന്ന നാമകരണം ചെയ്യുന്നതിൽ ഒരുപാട് ഫളലുകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, ആ പേര് മുഹമ്മദ് എന്ന പേര് നമ്മുടെ മക്കൾക്ക് ഇടണം. ഖിയാമത്ത് നാളിലെ മഹാന്മാർ പറയുന്നത് കാണാം. ഖിയാമത്ത് നാളിലെ ഇദാ കാന യൗമുൽ ഖിയാമത്തി നാദാ മുനാദിൻ, ഖിയാമത്ത് നാളിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ആരാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ, ആരാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ, മുഹമ്മദ് ഉള്ള പേരുള്ളവർ വരുവിൻ, അവർ ഫൽയദ്ഖുലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവിൻ. മുഹമ്മദ് എന്ന പേരുള്ള ആളുകൾ വന്നിട്ട് അവർ ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ഏത് പേരിനാ ഇങ്ങനെ ഒരു ശ്രേഷ്ഠതയുള്ളത്? മുഹമ്മദ് എന്ന പേരുള്ളവർ ഡയറക്റ്റ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അവിടുന്ന് കൽപ്പിക്കപ്പെടുമെന്നാണ് ഖിയാമത്ത് നാളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ബിസ്മി മുഹമ്മദ്, മുഹമ്മദ് എന്ന പേരുള്ള വീട്, ആ വീട്ടിൽ ഇല്ലാ റുസിഖു റിസ്ഖു ഖൈർ, അവിടെ ഖൈറിന്റെ ഭക്ഷണങ്ങൾ, അവിടെ പിന്നെ അവിടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവൂല, അവിടെ ദാരിദ്ര്യങ്ങൾ ഉണ്ടാവൂല, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവൂല, അവിടെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവൂല, അവിടെ ബറക്കത്ത്
ബറക്കത്തുള്ള വീടായിരിക്കും. മുഹമ്മദ് എന്ന പേരുള്ള വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്ന പേര് ഉള്ള ഏതെങ്കിലും വീട്ടുകാരിലെ ഒരാൾക്ക് മതി മുഹമ്മദ് എന്ന പേര്, എന്നാൽ ആ വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് മുഹമ്മദ് എന്ന പേരിടാത്തതിനെ കുറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. മംവുലിദ ലഹു സലാസ, ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് ഫലം യുസമ്മി അഹദുഹും, ആ ഒരാൾക്കും അതില് ഫലം യുസമ്മി അഹദുഹും, ഒരാൾക്കും അതിൽ പേര് വെച്ചില്ല, മുഹമ്മദ് എന്ന പേര് ഒരാൾക്കും വെച്ചില്ല, എന്നാൽ ഫഖദ് ജഹില, അവർ വിവരദോഷികളായി പോയി, അവർ വിവരമില്ലാത്ത പടു ജാഹിലീങ്ങളായി പോയി. 3 മക്കളുണ്ടായിട്ട് ഒരു മോൻക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ലെങ്കിൽ അവർ വിവരമില്ലാത്തവരാണ്, അവർ വിവരദോഷികളാണെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഭാഗങ്ങളിലൊക്കെ കിതാബുകളിലൊക്കെ കാണാം മുഹമ്മദ് എന്ന പേരിനുള്ള വലിയ വലിയ ശ്രേഷ്ഠതകൾ. മുഹമ്മദ് എന്ന പേര് വെച്ചവരെ നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല, നരകത്തിന്റെ തീ അവരെ സ്പർശിക്കുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് എന്നുള്ളത് ശരിക്കതിന്റെ എഴുത്തിന്റെ രൂപം, മുഹമ്മദ് എന്നുള്ളത് ഒരാള് സുജൂദിലായി കിടക്കുന്ന രൂപത്തിലാണല്ലോ അല്ലെ. മുഹമ്മദ് എന്ന പേര് അറബിയിൽ എഴുതുമ്പോൾ ഒരാൾ സുജൂദിൽ കിടക്കുന്ന രൂപമാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ സാജിദീങ്ങളായ നിലയ്ക്ക് ആരും നരകത്തിൽ കിടക്കൂല, സുജൂദ് ചെയ്യുന്നവരായ രൂപത്തിൽ, നിസ്കരിക്കുന്നവരായ രൂപത്തിൽ. അതുകൊണ്ട് ആ രൂപം അങ്ങനെ ആയതുകൊണ്ട് ആ മുഹമ്മദ് എന്ന പേരുള്ള ആള് നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് പ്രവേശിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേര് കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല പേരാണ് ഇടേണ്ടത്. ഇന്ന് കുറേ പേരുകൾ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ഏതു മോശപ്പെട്ട പേരിനും, ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഗൂഗിൾ ചെയ്തു നോക്കിയാൽ ഏതു മോശപ്പെട്ട പേരിനും നല്ല അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. അതാണ്, നിങ്ങൾ ഏത് പേരെടുത്ത് നോക്കിക്കോ, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന അർത്ഥം കാണുന്നില്ല, ബ്രൈറ്റ് അർത്ഥം കാണുന്നില്ല, ലൈറ്റ് അർത്ഥം കാണുന്നില്ല, പ്രഷ്യസ്, ഇത് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനിങ്സുകളാണ്. ഏത് പേരെടുത്ത് നോക്കിയാലും ഈ അർത്ഥങ്ങൾ കാണുന്നില്ല. ഗിഫ്റ്റ് ഓഫ് ഗോഡ്, വാല്യുബിൾ, പിന്നെ അതേപോലെ തന്നെ യുണീക്ക്, ഇങ്ങനത്തെ അർത്ഥങ്ങളൊക്കെ ഏത് പേരെടുത്ത് നോക്കിയാലും, എത്ര മോശപ്പെട്ട പേരാണെങ്കിലും അതിനങ്ങനെ അർത്ഥം കാണും. നല്ല പേരുകൾ ഇടണം. നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ പേരുകൾ വളരെയധികം പ്രാധാന്യമുണ്ട്. ആരാണ് പേരിടേണ്ടത്? ചില ആളുകളൊക്കെ പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരും പരസ്പരം തർക്കം, ആരാണ് പേരിടേണ്ടത് എന്ന്. ഇതൊക്കെ കൃത്യമായി കിതാബുകളിൽ നമ്മുടെ ദീനിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് പേരിടേണ്ടത്, ആരാണ് ശരിക്ക് പേരിടേണ്ടത്, പേരിടേണ്ടതിനുള്ള അധികാരം അതാർക്കാണ്? ഉപ്പയെപ്പോലെ, വല്യുപ്പയെപ്പോലെ വിലായത്തുള്ള ആളുകൾക്കാണ് പേരിടാനുള്ള അധികാരമുള്ളത്. അവരാണ് പേരിടേണ്ടത്. ആ പേരിടുന്നതിന് മുമ്പ് അവർക്ക് വേണമെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച്, അവർക്ക് ആരോടൊക്കെ ചർച്ച ചെയ്യാനുള്ളൊക്കെ ചർച്ച ചെയ്തിട്ട് പേര് തസ്മിയത്ത്, ആ പേരിടാനുള്ള അധികാരം അത് ഉപ്പയെപ്പോലെയുള്ളവർക്കാണ്. ആ വിലായത്തുള്ള ആളുകളാണ് പേരിടേണ്ടത്. അപ്പൊ പേരിടാനുള്ള അധികാരം അവർക്കാണ്. അവർക്ക് വേണമെങ്കിൽ മുഷാവറ ചെയ്യാം, ഒന്ന് മറ്റുള്ളവരോട് കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നല്ല പേര് തീരുമാനിച്ച പേരിടാവുന്നതാണ്. പേരിടേണ്ട ഏറ്റവും ശരിയായ രൂപം വല്ല സയ്യിദന്മാരെയോ സാദാത്യങ്ങളെയോ ആലിമീങ്ങളെയോ സ്വലാഹിന്റെ ആളുകൾ, നല്ല സ്വാലിഹീങ്ങളായി ജീവിക്കുന്ന ആളുകൾ, അവരോട് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും പേരുകൾ അവർക്ക് കൊടുക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ അവരോട് എൻ്റെ മോനെ ഒരു പേരിടണം, എൻ്റെ മോൻക്കൊരു പേരിടണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടപ്പെട്ട് മക്കളില്ലാതെ 10-20 വർഷങ്ങളായിട്ടുണ്ടാവും. അങ്ങനെ 25 വർഷം കഴിഞ്ഞിട്ട് അവിടെയും ഇവിടെയൊക്കെ ലക്ഷങ്ങൾ പൊട്ടിച്ച് അവിടെ ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി, IVF ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ നടത്തി അവസാനം ഉണ്ടായൊരു മോനായിരിക്കും. ആ മോനങ്ങ് ജനിച്ചു വന്നാൽ അള്ളാഹു നൽകിയ അനുഗ്രഹം അങ്ങ് മറന്നുപോയിട്ട് തോന്നിയതുപോലെ പേരിടും. എന്നിട്ട് ഈ പേരിൽ ജനിക്കുന്ന ഈ പേരോടുകൂടിയുള്ള ഈ മകനായിരിക്കും ഭാവിയിലെ അവരെ കണ്ണുനീര് കുടിപ്പിക്കുക. ആ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോ ഏറ്റവും നല്ല രൂപം നല്ല സാദാത്യങ്ങളെയോ ആലിമീങ്ങളെയോ നല്ല സ്വലാഹിന്റെ അഹലുകാരെയൊക്കെ കണ്ടുവച്ച് മനസ്സിലാക്കി അവരോട് പോയിട്ട് എനിക്കിങ്ങനെ ഒരു കുഞ്ഞു പിറന്നിട്ടുണ്ട്, അവിടുന്ന് ഒരു പേര് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കൊടുത്ത് അവരെന്താണോ പേര് പറയുന്നത് ആ പേര് ഒരു വൈമനസ്യവും വൈക്ലഭ്യവും കൂടാതെ അതിടാൻ വേണ്ടി ശ്രമിച്ചാൽ ആ പേരിൽ ബറക്കത്തുണ്ടാവും. അത്തരം പേരുകളിൽ വലിയ ഖൈറുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയാണ് നല്ല പേരുകൾ ഇടേണ്ടത്. അതാണ് പേരിടുന്നതിന്റെ ഒരു ശരിയായ റൂട്ടും അങ്ങനെ തന്നെയാണ്.
അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ പേരിട്ട് കഴിഞ്ഞാൽ അതിന് വലിയ ഖൈറുണ്ടാകും. ആ മക്കളെ കൊണ്ട് ഭാവിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവൂല. ഇനി മോശപ്പെട്ട പേരുകൾ ഏതെങ്കിലും മക്കൾക്ക് നമ്മൾ ഇട്ടു എന്ന് കരുതുക, എന്നാൽ ആ പേര് മാറ്റണോ? പിന്നീട് നമ്മൾ ആ പേര് മാറ്റേണ്ടതുണ്ടോ? അത് മാറ്റേണ്ടതുണ്ട്. ആ പേര് പിന്നീട് മാറ്റേണ്ടതുണ്ട്. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് പേരുകൾ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ പേര്, അവരുടെ പേര് ആസിയ എന്നായിരുന്നു. ആസിയ എന്ന് പറഞ്ഞാൽ ദോഷിയായവൾ, ദോഷം ചെയ്യുന്നവൾ എന്നാണ് അതിനർത്ഥമല്ലേ. അങ്ങനത്തെ പേരായപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്തി ജമീല, ഇനി നിന്റെ പേര് ജമീല എന്നാകുന്നു എന്ന് പറഞ്ഞു. ഭംഗിയുള്ളവൾ അല്ലേ, നല്ല പേര്. അങ്ങനെ മനോഹരമായ പേരുകൾ ഇടാം. ഞാൻ ഈ പറഞ്ഞ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പേരിടേണ്ട ഓർഡർ, ആ ഓർഡർ പ്രകാരമാണ് നമ്മുടെ പേരിടേണ്ടത്. ഞാൻ ഗൂഗിളിൽ പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് എല്ലാവരും ഗൂഗിൾ നോക്കിയിട്ടാണ് പേരിടുന്നത്. ഈ വിനീതൻ തന്നെ ഈ മജ്ലിസ് തുടങ്ങിയതിന് ശേഷം ഒരു മാസം മുമ്പ് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു കുട്ടി, അവർ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും, അവരുടെ പേര്, ഞാൻ ആ പേരെന്താന്ന് ആ കുട്ടിയും അവരുടെ മാതാപിതാക്കളും അവരെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ പേര് പറയാത്തത്. ഒരു പേര് അവരിട്ടു. ആ പേര് അവരിട്ടിട്ട് അതൊരു മോശപ്പെട്ട പേരായിരുന്നു. മോശപ്പെട്ട പേരെന്നാണ്, വലിയ മോശപ്പെട്ട പേരൊന്നല്ല, എന്നാലും ഒരു ഭംഗിയില്ലാത്ത, അർത്ഥം കൊണ്ട് ഭംഗിയില്ലാത്തൊരു പേരായിരുന്നു. അങ്ങനെ അവർ മാറ്റിയിട്ട് ഞാൻ ആ പേര് ഇതിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേര് പിന്നീട് അവരിട്ട പേര് എന്നോട് ചോദിച്ചിട്ടായിരുന്നു അവരെ പേരിട്ടിരുന്നത്. ഒരു പെൺകുട്ടിയുടെ പേര് ഞാൻ ഈ മജ്ലിസിൽ വെച്ചത് പറയുകയും അങ്ങനെ ആ പേര് അവർ തീരുമാനിക്കുകയും അതങ്ങനെ ആ കുട്ടിക്ക് പിന്നീട് പേര് മാറ്റുകയും ചെയ്തു. പിന്നീട് പേര് മാറ്റുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു പക്ഷേ പിന്നെ പത്രത്തിൽ ആഡ് കൊടുക്കേണ്ടി വരും. ആഡ് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട് അതിന്. അതെല്ലാം കഴിഞ്ഞിട്ട് പേര് മാറ്റാൻ പറ്റുള്ളൂ. ആധാർ കാർഡിൽ പേര് മാറ്റുക, അങ്ങനെ തുടങ്ങി നമ്മുടെ രേഖകളിലൊക്കെ പേര് മാറ്റേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ പേരിടുമ്പോൾ നല്ല പേര് നോക്കിയിട്ടിടുക. കറാഹത്തുള്ള പേരുകൾ ഇട്ടാൽ ആ പേരുകള് മാറ്റൽ സുന്നത്താണ്. ഹറാമുള്ള പേരുകളുണ്ട്, ആ ഹറാമുള്ള പേരുകൾ ഇട്ടാൽ ആ പേര് മാറ്റൽ നിർബന്ധവുമാണ്. അങ്ങനെ പേരുകൾ മാറ്റണം. ചീത്ത പേരുകളാണ് ഇട്ടതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് നല്ല പേരുകൾ ഇടാനുള്ള, അത് കാരണമായിട്ട് നമ്മുടെ മക്കൾ നല്ല സ്വാലിഹീങ്ങളായി മക്കളായി വളരാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മക്കളുടെ മനോഹരമായ നാമങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇൻഷാ അല്ലാഹു എല്ലാവരുടെയും മക്കൾക്ക് സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ, എല്ലാവരുടെയും മക്കൾ. അതുപോലെ തന്നെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല പേരുകളിടുക. മോശപ്പെട്ട പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നല്ല പേരുകളാക്കി മാറ്റുക. അങ്ങനെ ആ ഒരു പേര് കാരണമായിട്ട് നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വളരാനുള്ള കാരണമാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഗൂഗിൾ ചെയ്ത് നോക്കി കിട്ടുന്ന പേരുകളിലൊക്കെ നല്ല പേരുകളൊക്കെ ഉണ്ടാകാം, എന്നാലും ബഹുഭൂരിഭാഗം വരുന്ന ലക്ഷക്കണക്കിന് പേരുകളാണ് ചില സൈറ്റുകളിലൊക്കെ ഉള്ളത്. നിങ്ങൾ എന്നെ നോക്കിയിട്ടുണ്ടാകും. അതിൻ്റെ അർത്ഥം അറബി പദം തന്നെയാണെന്ന് പോലും അറിയാത്ത ചില പദങ്ങളൊക്കെ അതിലുണ്ട്. അങ്ങനത്തെ പദങ്ങളൊക്കെ നമ്മൾ ഈ മിക്സ് ചെയ്തുണ്ടാക്കുന്ന പേരുകളൊക്കെ പലതും അങ്ങനെ അർത്ഥവ്യതിയാനങ്ങൾ വരും. ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൻ്റെ ലെറ്റേഴ്സ് എടുത്തിട്ട് നമ്മുടെ കുട്ടിക്കൊരു പ്രത്യേക പേരുകൾ കണ്ടെത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പേരുകളിലൊക്കെ അർത്ഥവ്യത്യാസങ്ങൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. പേരിടുമ്പോൾ നല്ല പേരുകളാണ് ഇടേണ്ടത്. നിങ്ങളുടെ മക്കളുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അർത്ഥങ്ങളൊന്നും ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും സമയം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാലോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.